ശ്രീ ജോർജ് പടിപ്പാറ കൂടി ചേരുന്നുണ്ട്, മാധ്യമപ്രവർത്തകൻ. ശ്രീ ജോർജ് പടിപ്പാറ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധങ്ങൾ എത്രത്തോളം ഒരു പ്രതിഷേധത്തിലേക്ക്, ഒരു വിഷയത്തിൽ പോകാൻ സാധിക്കുന്നുണ്ട് എന്നതിലെ വീഴ്ചകൾ, പോരായ്മകൾ എല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം എടുത്തതിൽ ഒരാൾ അതൃപ്തി രേഖപ്പെടുത്തുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന രീതി, ഇല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ആലോചന പോലും നടന്നിട്ടില്ല എന്ന് വ്യക്തമാകുന്നത്, ഗ്രൂപ്പ് കളി എത്രത്തോളം ഉണ്ട് എന്നതുകൂടി വ്യക്തമാക്കുന്നത്. ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അബിൻ വർക്കിയോട് ചെയ്തത് സാധാരണഗതിയിൽ ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരു നാച്ചുറൽ ചോയ്സ് ആയിരുന്നു അബിൻ വർക്കി. അതായത് കഴിഞ്ഞ തവണ ഇപ്പൊ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെയാണ് കഴിഞ്ഞ തവണ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പ്. അതില് രാഹുൽ മാങ്കൂട്ടത്തിന് കീഴിൽ രണ്ടാം സ്ഥാനത്തെത്തിയ വ്യക്തിയാണ് അബിൻ വർക്കി. അദ്ദേഹത്തിന് 1,70,000 വോട്ടോ മറ്റോ കിട്ടിയെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. 2 ലക്ഷത്തിലധികം വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയപ്പോൾ 1,70,000 വോട്ടുകൾ കിട്ടി രണ്ടാം സ്ഥാനത്ത് വന്ന് ഫസ്റ്റ് വൈസ് പ്രസിഡന്റായ ആളാണ് അബിൻ വർക്കി. 3-ാം സ്ഥാനത്ത് കിട്ടിയ അരിതാ ബാബുവിന് ഏതാണ്ട് 70,000 വോട്ടോ മറ്റോ കിട്ടിയിരുന്നു. ഇദ്ദേഹം ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തി 4-ാം സ്ഥാനത്തോ 5-ാം സ്ഥാനത്തോ വോട്ട് പിടിച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തെ 1-ാം സ്ഥാനത്തേക്കാണ്. മാത്രമല്ല 4 ദേശീയ സെക്രട്ടറിമാർ ഇപ്പോൾ തന്നെ ഉണ്ട്. അതിലേക്കാണ് 2 പേരെ കൂടി ആഡ് ചെയ്യുന്നത്. അപ്പൊ 6 പേരോ, അല്ലെങ്കിൽ നിലവിൽ 2 പേരുണ്ട്, ആ കൂട്ടത്തിലേക്ക് 2 പേരെ കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെ 4 ദേശീയ സെക്രട്ടറിമാർ, അതിലൊരാളായിട്ടാണ് അബിൻ വർക്കിയെ ഉൾപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ അബിൻ വർക്കി നമുക്കറിയാം, കേരളത്തിലെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച് ഒരു പേരുദോഷം കൽപ്പിക്കാതെ, ഒരു ആരോഗ്യം കൽപ്പിക്കാതെ അന്തസ്സായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മാന്യമായ മാതൃകയായിട്ട് ഈ പറഞ്ഞ എന്താ പറയാ വ്യാജ വോട്ടുകൾ ചേർത്ത് പോലും തന്നെ തോൽപ്പിച്ചു എന്ന ആരോപണമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിച്ചപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച വ്യക്തിയാണ് ശ്രീ അബിൻ വർക്കി. എനിക്കറിയാം, അത് വ്യക്തമായിട്ട് അറിയാം. ഞാൻ അവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്ന ഒരാളാണ്. എത്ര സിൻസിയർ ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് എനിക്ക് മാത്രമല്ല, ശ്രീ ജോർജ് പടിപ്പാറ, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളെ എന്തുകൊണ്ട് കേരളത്തിൽ നിർത്തുന്നില്ല, ഓടിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യമാണ്. ഒരു കാര്യം ഇതിനകത്ത് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഇതിനകത്ത് കൃത്യമായ ചില അധികാര കളികളുണ്ട്. എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായൊരു മുന്നറിയിപ്പാണ് കെ സി വേണുഗോപാലൻ നൽകുന്നതെന്നാണ്. ഇതിനകത്ത് വി ഡി സതീശനൊക്കെ കാഴ്ചക്കാരന്റെ റോളേ ഉള്ളൂ. കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും അത്രയേ ഉള്ളൂ. ഇത് ഈ 3 ഭാരവാഹികളെ തീരുമാനിച്ചത് കെ സി വേണുഗോപാലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കൃത്യമായൊരു മെസ്സേജ് ആണ് രമേശ് ചെന്നിത്തലയ്ക്ക് എന്നുള്ളതും ഇതിനാ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടത്. തിരിച്ചറിഞ്ഞു ഈ തീരുമാനത്തിൽ കൂടിയും എന്നുള്ളതാണ്. വളരെ നന്ദി ശ്രീ ജോർജ് പടിപ്പാറ. റെജി ലൂക്കോസ് പ്രതികരിച്ചതിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നുണ്ട്, അതിലേക്ക് കയറേണ്ടത് കൊണ്ടാണ്.